ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 243 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പ്രവാചകിമാരെയും പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സഖരിയ പ്രവചനത്തിന്റെ 3 ഭാഗത്തേക്ക് മഹാപീഡനത്തിന്റെ ഒടുവിൽ അഥവാ എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാനം ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് എതിർക്രിസ്തുവിന്റെ സഹായത്തോടെ റഷ്യ, ചൈന, പാകിസ്ഥാൻ, ചുറ്റുമുള്ളതായ സകല രാജ്യങ്ങളും കൂടി ഇസ്രായേലിനെ ആക്രമിക്കാൻ വരികയാണ് അവിടുത്തെ സംഭവം. മറുഭാഗത്ത് അമേരിക്ക, ബ്രിട്ടൻ ആദിയായ യഹൂദനോട് പക്ഷമുള്ളതായ രാജ്യങ്ങൾ, പടിഞ്ഞാറൻ രാജ്യങ്ങൾ വളരെ അകലത്തിലായിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഒരു യുദ്ധം നടക്കുമ്പോൾ അവർക്ക് എത്തിപ്പെടാനായിട്ട് സമയം വൈകിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്തെ നേരത്തെ ഓർപ്പിച്ചതുപോലെ എതിർക്രിസ്തുവിന്റെ സഹായത്തോടെ ഇസ്രായേലിന് നേരെ യുദ്ധം തൊടുത്തുവിടുന്നു. ഈ യുദ്ധത്തിന് വരെ ഹെർമഗദോൻ യുദ്ധം, ഇത് വെളിപ്പാട് ദിവസം 16 വാക്യത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണല്ലോ. അവിടെയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വരുന്നത്. അതുകൊണ്ട് യുദ്ധത്തിന് പേര് ഹെർമഗദോൻ എന്ന യുദ്ധമാണ്. ഇത് ഒരുപക്ഷെ 3-ാം ലോക മഹായുദ്ധം ആയിരിക്കാം. കാരണം ശക്തിയുള്ള 2 ചേരികൾ ഒരുമിച്ച് യുദ്ധരംഗത്ത് കടന്നു വരുന്നു. ഇനി ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു യുദ്ധം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതും കൂടെയാണ്. ഇവിടെ 2 ശക്തികളാണ് ഒരുമിച്ച് കൂട്ടിമുട്ടുന്നത്. എതിർക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ റഷ്യയും ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക കക്ഷിയും കൂടെയാണ് വരുന്നത്. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. സകലവിധ ആയുധങ്ങളും ഉണ്ട്. ഇന്നത്തെ സകല ആധുനിക ആയുധങ്ങളെ സകലത്തെ പറ്റി സഖരിയ പ്രവാചകൻ പ്രവചിച്ചു കഴിഞ്ഞു. നോക്കിക്കോണം, 2500 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രവചിച്ചത്. ഇന്ന് നടക്കാൻ പോകുന്ന യുദ്ധങ്ങളും ഇന്നത്തെ ചേരികളെ, യുദ്ധ ഉപകരണങ്ങളെ, രാസായുധങ്ങളെ, ബോംബുകളെ എന്ന് വേണ്ട, ഇതെല്ലാം താൻ പ്രവചിക്കുകയാണ്. തന്റെ കാലത്ത് കൂടി വന്ന അമ്പും വില്ലും വാളുമല്ലാതെ വേറെ ഒരു യുദ്ധ സാമഗ്രികളില്ല. ഒരു തോക്കുകളോ അല്ലെങ്കിൽ വിമാനത്തെ കൊണ്ടുവന്ന ബോംബുകളോ അങ്ങനത്തെ ഒന്നും ചിന്തിക്കാൻ പോലും ഇല്ലാത്ത കാലം, ചുരുക്കം പറഞ്ഞാൽ ഒരു സൈക്കിള് പോലും ഇല്ലാത്ത കാലത്താണ് സഖരിയ പ്രവചിക്കുന്ന സംഭവം. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ബോധ്രവത്തിന്റെ അവസാന സമയത്തേക്ക് വരുന്നു. ഇസ്രായേൽ പരാജയപ്പെടുന്ന സാവകാശ ആ അവസ്ഥ പോലെ ആയിരിക്കുന്നു. അവിടെ വായിക്കുന്നത് വെളിപ്പാട് ദിവസം 19 വാക്യം, അനന്തരം സ്വർഗം തുറന്നു. സ്വർഗം വ്യക്തികൾക്ക് തുറക്കും, സ്വർഗം ദൈവജനത്തിന് തുറക്കും. സ്വർഗം തുറന്നു. വലിയൊരു കൂട്ട സൈന്യ സമേതമായി വരുന്നത്, വലിയൊരു കൂട്ട സൈന്യം. മുമ്പിൽ വെള്ളക്കുതിരപ്പുറത്തൊരാളിരിക്കുന്നു. നമ്മൾ 11 വാക്യം മുതൽ താഴോട്ട് വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും.
വെള്ളക്കുതിരപ്പുറത്ത് വരുന്നു. അതിന്മേലിരിക്കുന്നവൻ ആരെ? അവൻ വിശ്വസ്തനും സത്യവാനും എന്ന് പേരുള്ളവൻ. അവൻ രക്തം ധരിച്ച വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. കുതിരപ്പുറത്തെ അനുഗമിക്കുന്നവരാരാണ്? നമ്മുടെ കർത്താവിന്റെ കാഹളനാദത്തിൽ കേട്ടവരും പഴയ നിയമ വിശുദ്ധന്മാരും എല്ലാവരും കൂടി ഒരുമിച്ച് ആകാശ മേഘങ്ങളിലൂടെ വരുന്നത് ഇദ്ദേഹം പ്രവചിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തില്. എനിക്ക് ചോദിക്കാനുള്ളത്, ആ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ? ഞാനുണ്ടോ? നമ്മളുണ്ടോ? നമ്മളില്ല എങ്കിൽ വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ 7 വർഷക്കാലം എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിനകത്ത് ഈ കരിമ്പൊക്കെ ചക്കിനകത്ത് താറ്റി അതിന് നീര് പിഴിയുന്നത് പോലെ ഇന്ന് എടുക്കപ്പെടാത്ത സകല ദൈവമക്കൾക്ക് പറയാൻ പറ്റിയല്ലോ, എടുക്കപ്പെടാത്ത സകല പുള്ളികൾക്കും അന്നുണ്ടാകുന്ന ശിക്ഷാവിധി അത്ര ഭയങ്കരമാണ്. ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കർത്താവിന്റെ കാഹളനാദത്തിൽ എടുക്കപ്പെട്ട ശേഷം ഒരു എടുക്കപ്പെടലും ഇല്ല, കൈവിടപ്പെട്ടു പോവുകയുള്ളൂ. ഒരുപാട് ചരിത്രങ്ങൾ കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ സമയത്തിന്റെ കുറവുണ്ട്, ഞാനവിടെ അവസാനിപ്പിക്കുകയാണ് ആ ഭാഗം. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഒരു കാര്യം നമുക്കറിയാമല്ലോ, 10 കന്യകമാർ മണവാളനെതിരേക്ക് പുറപ്പെട്ടു. 10 പേരുടെ കയ്യിലും വിളക്കുണ്ടായിരുന്നു, 10 പേരുടെ കയ്യിൽ എണ്ണ ഉണ്ടായിരുന്നു. ഇന്ന് മണവാളന്റെ വരവിന്റെ ആ സമയമായപ്പോൾ ഇവരുടെ വിളക്ക് കെട്ടുപോയി. കാരണം എന്ത്? ഇവരുടെ വിളക്കിലെ എണ്ണ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അല്ലായിരുന്നു, വ്യാജാത്മാവിന്റെ എണ്ണയായിരുന്നു. കാരണം അരുമനാഥന്റെ വരവെങ്കിൽ ഇന്ന് ഒരുപാട് വ്യാജന്മാരായിരിക്കുന്നവരുണ്ട്. യേശുവിന് വേണ്ടി ഒരുപാട് വീരകൃത്യങ്ങളൊക്കെ പറയുന്നവരും ചെയ്യുന്നവരുമായ ആളുകളുണ്ട്. പലരും കൈവിടപ്പെട്ടു പോകും. കാരണം വചനവിരുദ്ധമായ കാര്യമാണ് അവർ പ്രസ്താവിക്കുന്നത്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ. 1-ാം നൂറ്റാണ്ടിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാർ, തീയിലിട്ടവര്, ശിരച്ഛേദനം ചെയ്തവര്, കൈകാലുകൾ വിട്ടുമുറിച്ചവര്, മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും എന്ന് വേണ്ട കൊല്ലപ്പെട്ട അന്ന് ഒത്തിരി ആളുകൾ വരും. എനിക്കൊന്നുകൂടെ പറയാനുണ്ട്, ആ കൂട്ടത്തിൽ സ്തേഫാനോസ് ഉണ്ടായിരിക്കും, ആ കൂട്ടത്തിൽ പൗലോസ് ഉണ്ടായിരിക്കും, ആ കൂട്ടത്തിൽ പത്രോസ് ഉണ്ടായിരിക്കും, ആ കൂട്ടത്തിൽ തോമസ് ഉണ്ടായിരിക്കും. എന്നാൽ ആ കൂട്ടത്തിൽ യൂദ കാണുകയില്ല. നമ്മളിന്ന് ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മൾ ഏത് കൂട്ടത്തിലായിരിക്കും? കൈവിടപ്പെടുന്ന ഒരു കൂട്ടത്തിലോ എടുക്കപ്പെടുന്ന ഒരു കൂട്ടത്തിലോ? ക്ലാസ്സോട് ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത്, പ്രിയമുള്ളവരെ. അധികം താമസമില്ല, നമുക്ക് ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങളേവരെയും ഞാൻ ആഹ്വാനം ചെയ്തുകൊള്ളുന്നു.